പറഞ്ഞു വരുന്നത് നമ്മൾ വെയിൽ കൊള്ളണമെന്നാണല്ലേ. വെയിൽ കൊണ്ടാലെന്താ ആരോഗ്യം കിട്ടത്തില്ലേ? ആരോഗ്യല്ലേ വലുത്. സൺസ്ക്രീം ഒക്കെ തെച്ചിക്ക് വന്നാ പോരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ചെല്ലാനം ബീച്ച് വാക്ക് വേയിലാണ്. ചെല്ലാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എപ്പോഴും കടൽക്ഷോഭവും കടൽ ഭിത്തിയുടെ നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളും ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ്. ശരിക്കും ഇവിടെയുള്ളവർ പൊരുതി നേടിയെടുത്തതാണ് ഈ കടൽ ഭിത്തി. അവരുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടിൻ്റെ വിലയുണ്ട് ഇതിന്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തിരക്കാണ്. ഇവിടുത്തെ ഒരു സൺസെറ്റ് കാണാൻ പ്രത്യേക ഭംഗിയാണ്. കയറി വരുമ്പോഴുള്ള രണ്ട് സൈഡിലെയും കടൽ ഭിത്തിയുടെ ആ ഒരു സ്റ്റോണിനെല്ലാം അവർ റെയിൻബോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആ സ്റ്റെപ്പിനും. ആ ദൂരം നിന്ന് വരുമ്പോഴേ അതൊരു പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഐ ലവ് ചെല്ലാനോ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ പോയിൻ്റാണ്. കൊള്ളാല്ലേ? നോക്ക്, അങ്ങ് അറ്റം വരെ ഉണ്ട്. നോക്ക്, അങ്ങേറ്റം കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ അങ്ങേറ്റം? എന്ത് ദൂരം ഉണ്ടോ? നോക്ക്, സൂം ചെയ്ത് കാണാൻ പറ്റുന്നോ? ഇല്ല, പറ്റില്ല. അറ്റം വരെ പോവില്ല. അത് അങ്ങേ അറ്റം വരെ ഉണ്ട്. ഈ ടേക്കുന്ന സാധനം ട്രൈപോഡ്, അറിയോ? സ്ലിപ്പാവും. നമുക്കിത് എപ്പോൾ സ്ലിപ്പാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇതിന് ഇടയിൽ അത്രയും ഗ്യാപ്സാണ്. ആ ഗ്യാപ്പിനകത്ത് ആളിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. തിരിച്ച് കയറാൻ പറ്റില്ല. കാലൊക്കെ ഉളുക്കിപ്പോയി അവിടെ കിടക്കും ആളില്ലെങ്കിൽ. ഇത് കണ്ടോ? നോക്ക്, ഇതിനിടയിൽ നോക്ക്. ഈ ട്രൈപോഡ്സിനിടയ്ക്ക് തന്നെ ഇതേപോലത്തെ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനകത്ത് ഒരാൾ വീണു പോയാൽ കയറി വരാൻ പറ്റില്ല. ആളറിയായിരുന്നു കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര ട്രൈപോഡ്സ് വിടുന്നേ കാണുന്നുള്ളൂ. പക്ഷേ താഴോട്ട് എത്തുമ്പോഴത്തെ ട്രൈപോഡ് തീർന്ന് കൂടുതൽ വന്ന് വെള്ളത്തിലോട്ട് വരെ വരുന്നു. വെള്ളത്തിൻ്റെ അടിയേറ്റം വരെ. രാവിലെയും വൈകുന്നേരമൊക്കെ ജോഗിങ്ങിന് വരുന്നവർക്കൊക്കെ നല്ലതാണല്ലേ. എനിക്കൊന്നും റോഡ് സൈഡിലെ തിരക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്കൊന്ന് കൊച്ചിയുടെ തിരക്കുകളിൽ നിന്ന് ഒരു കപ്പലിൻ്റെ കൊടുക്കടി വെച്ചിട്ട് ഇങ്ങ് മാറിക്കോ. ജോഗിങ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ തന്നെ കടൽക്കാറ്റും കടലിൻ്റെ ആ ഒരു സൗന്ദര്യവും സൂര്യൻ്റെ അസ്തമനവും ഉദയവും ഒക്കെ നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ട്രൈപോഡ്സ് ആണ്. ഇത് ഒരുപാട് കടൽ കയറ്റവും കടലിൻ്റെ ശല്യവും ഒക്കെ ആയിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ട്രൈപോഡ്സ് എല്ലാം ഇട്ടിട്ട് നല്ല ഭദ്രമായിട്ട് ഇതെല്ലാം കടൽ ഭിത്തിയെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കടലാക്രമണം ഇവിടെ വളരെയധികം ഒഴിവായിട്ടുണ്ട്. മുന്നത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ സൈഡിൽ കാണാൻ നിങ്ങൾക്ക് കടൽ ഭിത്തിയായിട്ട് ബണ്ടുകളായിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. മണൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, മണൽ ചാക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടൽ കയറിയിട്ട് ഒരുപാട് പേര് വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ നിന്ന് സ്ഥലങ്ങൾ ഒഴിഞ്ഞിട്ട് വീടുകൾ മാറിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയവരെല്ലാം ഇപ്പോൾ തിരിച്ചു വരിക. അതുപോലെ തന്നെ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുകയാണ്. ടൂറിസം വികസിച്ചിടത്തോളം തന്നെ ഇവിടെ പുതിയ പുതിയ ഹോട്ടലുകൾ, ചെറിയ ചെറിയ കടകൾ, ജ്യൂസ് കടകൾ, ഇതെല്ലാം ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതേ നോക്കൂ, ഒരു അമ്മ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അവരൊന്ന് വീടെല്ലാം മാറിപ്പോയി അവരെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നിട്ട് അവരുടെ ജീവിതം ഇവിടെ വീണ്ടും കരുപ്പിടിച്ച് മുന്നേറുകയാണ് അവരെല്ലാം. വീണതല്ല, ഫാസ്റ്റ് പ്രണമിച്ചതാണോ? ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ആരെ ജമ്പ് ചെയ്യാൻ നോക്കാം. ജമ്പ്. ഇത് ലേറ്റാ. കേറിക്കോ. എന്താ ഉള്ളതെന്ന് ചോദിക്കട്ടെ. അല്ല, അത് ഇവിടെ നിൽക്കേ ചോദിക്കട്ടെ. എന്താ കുടിക്കാൻ എന്താ ഉള്ളത്?
ആ Have a seat. ബാക്കിലേക്ക് വീഴരുത്. Come on. ഓ അച്ഛനെ എടുക്കുമായിരുന്നല്ലോ. It's a girl. Come. Shit. പൊന്നെന്താ വേണ്ടേ? വെള്ളം വേണോ? ശരിക്കും വൈകുന്നേരം ഒരു ചായ ആയിരുന്നു നല്ലത്, പക്ഷെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് തൽക്കാലം നാരങ്ങ വെള്ളം പറയാം അല്ലേ? നാരങ്ങ മതി. നാളെ സ്പോഞ്ച് വെള്ളം. സ്പോഞ്ച് വെള്ളം. ഇപ്പൊ ശരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലേ? എനിക്കൊന്ന് ആ ഒരു ടൈം ആയി വരുന്നതേ ഉള്ളൂ. നല്ല വെയിലുണ്ട്. എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നോക്ക്, നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിയിടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്തായാലും. പക്ഷെ തെങ്ങിലും നിറയെ തേങ്ങയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഓലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാർക്ക് ചെയ്ത് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ളൊരു ഇല്ല, ഇങ്ങോട്ടൊന്നും വീഴില്ല. കാറ്റെല്ലാം അങ്ങോട്ടാണല്ലോ അടിക്കുന്നത്. അല്ല, തേങ്ങ താഴോട്ടല്ലേ വീഴും. തേങ്ങയും കാറ്റിനൊപ്പം പറന്നങ്ങോട്ട് പോകില്ലല്ലോ. തേങ്ങ പോവില്ല, തേങ്ങ ചതിക്കില്ലെന്നാണ്. ഇവിടത്തെ തൊട്ടും ഫ്രണ്ടിൽ തന്നെ 2 ഓല ഉണങ്ങിയിരിപ്പുണ്ട്. തെങ്ങ് ചതിക്കില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാം. പ്ലീസ്. തണുപ്പില്ല, കാര്യമായി. കുടിയാ. സ്നാക്സ് എന്തെങ്കിലും വേണോ? വേണ്ട. എന്താ? നമ്മൾ നേരത്തെ വന്നപ്പോഴധികം തിരക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല തിരക്കായിട്ടുണ്ട്. ഓ, ഇവര് പിന്നീട് അതിന് മുകളിൽ കയറി പോയത്. രണ്ടുപേരത്തെ പിന്നെ അതിന് മുകളിൽ കയറി പോയത്. ഒരാൾ കയറി പോകുന്നുണ്ട്, കഷ്ടപ്പെട്ട് വലിച്ചു പിടിച്ച് കയറി പോകുന്നത് ഒരാൾ. ഡേയ്, എവിടെ പോവാ പൊന്നൂസേ? എവിടെ പോവാ? വാന്നോ? തിരിഞ്ഞു നോക്കാൻ പേടിയായതുകൊണ്ട് അത് അപ്പോൾ നല്ല തിരക്കായി തുടങ്ങിയപ്പോൾ ഞങ്ങളും പോയി ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് കരുതി. Solo കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്. No entry for evening. മക്കളെ, കുമ്പളങ്ങി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്. No entry for evening. വാവ്, നോക്ക് എന്തോ പറഞ്ഞ കടൽ കാണുന്നത് അല്ലേ? ലൈനായിട്ട്.
കുമ്പളങ്ങി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ഇൻസ്ട്രക്ടർ ആയിരിക്കും അല്ലേ പുള്ളി, അല്ലേ? അതുകൊണ്ടാണ് പുള്ളി അത്രയും ആ ഒരു ലാഘവത്തിൽ വരുന്നത്. ആണ്, പക്ഷെ എനിക്കൊന്ന് മറ്റവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് വരുന്നവരും പുള്ളിക്കാരനാണ് അതിൻ്റെ ആള്. ബാക്കിയുള്ളവരൊക്കെ തുഴഞ്ഞ് പഠിക്കുന്നു, പുള്ളി മടുത്തിരിക്കുന്നു.